കൊമ്രേഡ് സീതാറാം യെച്ചൂരി അമർ രഹേ മുദ്രാവാക്യം വിളികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരിക്ക് വിട ചൊല്ലുകയാണ് പ്രിയ സഹപ്രവർത്തകർ. നോബിൾ മാരിക്കരഞ്ഞിരുന്നു. നോബിൾ, ഞാൻ നേരത്തെ ചോദിച്ചത് ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് തീർത്താൽ തീരാത്ത നഷ്ടമെന്നാണ്. മികച്ച പാർലമെന്റേറിയനെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പറയുകയും ചെയ്തു. ഒരു വേള രാജ്യസഭയിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുമ്പോൾ ഇനിയും ഒരു ടൈം കൂടി സീതാറാം യെച്ചൂരിക്ക് നൽകണം എന്നുപോലും നേതാക്കൾ പറയുകയുണ്ടായി. അത്തരത്തിൽ ഒരു മികച്ച പാർലമെന്റേറിയനെ കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത്. വിവിധ വളരെ മികച്ച ഒരു പാർലമെന്റേറിയനാണ് എന്താണെങ്കിലും രാജ്യത്ത് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അശോക റോഡിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഏറെക്കുറെ 1/2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വിലാപയാത്ര ഉള്ളത്. ആ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇതിന് മുന്നിലും പിന്നിലുമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. വിനീത നേരത്തെ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി അത്രയധികം വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന, രാഷ്ട്രീയ നേതാക്കളുമായി അത്രയധികം വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവാണ്. ഒരു ക്രൈസിസ് മാനേജർ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യം രൂപീകരിച്ചതാണ്. ആ സഖ്യത്തിൻ്റെ രൂപീകരണത്തിൽ സീതാറാം യെച്ചൂരി എന്ന നേതാവ് വഹിച്ച പങ്ക് അതിനെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം, അതായത് ഇങ്ങനൊരു സഖ്യം തന്നെ യാഥാർത്ഥ്യമാകുമോ എന്നൊരു ചോദ്യം പ്രസക്തമായത്. പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും നേരത്തെ മത്സരിക്കുന്ന കോൺഗ്രസ്, CPM, അതോടൊപ്പം തന്നെ പലയിടത്തും അത്തരത്തിൽ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ മറ്റ് പലയിടത്തും ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, അത്തരത്തിൽ ഒരിക്കലും ചേരില്ല എന്ന് നമ്മൾ കരുതി ഒരു കൂട്ടം രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യം തന്നെ രൂപീകൃതമായത്. ആ സഖ്യത്തിൻ്റെ രൂപീകരണ വേളയിൽ ഒരുപക്ഷെ കോൺഗ്രസിന് ഏറ്റവും അധികം സഹായം നൽകിയ, അല്ലെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ഈ സഖ്യ രൂപീകരണത്തിൽ ഏറ്റവും വലിയ തരത്തിൽ ഈ നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ചില ഘട്ടങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഉപയോഗിച്ച നേതാവിൻ്റെ പേരാണ് സീതാറാം യെച്ചൂരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധി അടക്കമുള്ള, അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജയറാം രമേശ് അദ്ദേഹത്തിലുള്ള ഒരു വ്യക്തിബന്ധം അത് വളരെ കൃത്യമായി തന്നെ പല ഘട്ടങ്ങളും നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ടുള്ളതാണ്. കാരണം പല CPM-ൻ്റെ പോയിന്റ്, അതായത് ഇപ്പോൾ പുതുതായി CPM നിർമ്മിച്ച ഇവിടുത്തെ അവരുടെ ഓഫീസാണ്, അവിടെ നടക്കുന്ന പല പരിപാടികളും സീതാറാം യെച്ചൂരിക്കൊപ്പം പങ്കെടുത്തിരുന്ന ഒരു നേതാവാണ് ജയറാം രമേശ്. ഇന്ന് അദ്ദേഹവും ഇവിടെ എത്തിയിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് NCP ആകട്ടെ, അത്തരത്തിൽ എല്ലാ പാർട്ടികളുമായി ബന്ധപ്പെട്ടും അവരുടെ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടുമൊക്കെ സീതാറാം യെച്ചൂരിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് അത് തീർത്തും രാഷ്ട്രീയത്തിന് അതീതമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മികച്ച ഒരു നേതാവിന് അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ, അവസാന യാത്രയിൽ എല്ലാ തരത്തിലുമുള്ള ആദരവും നൽകണം എന്ന തീരുമാനത്തിലേക്ക് പോലും എല്ലാവരും എത്തിയത്. വിവിധ പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് ദില്ലിയിൽ ഉണ്ടായിരുന്നില്ല. പലരും അവരവരുടെ നാടുകളിലായിരുന്നു. അവിടുന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നേതാക്കൾ ദില്ലിയിലേക്ക് എത്തിക്കൊണ്ട് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ സീതാറാം യെച്ചൂരി എയിംസിൽ അഡ്മിറ്റ് ചെയ്തതിന് പിന്നാലെ രാഹുൽ ഗാന്ധി, അദ്ദേഹം യാത്രയിലാണ്. പക്ഷേ ആ വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് പോലും രാഹുൽ ഗാന്ധി എയിംസിൽ എത്തി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അന്നും അദ്ദേഹം ICUലായിരുന്നു ഉണ്ടായത്. ആ ഘട്ടത്തിലും അവിടെ എത്തി സുഖവിവരങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി അടക്കം വിദേശയാത്രയ്ക്ക് പോയത്. അത്തരത്തിൽ ഉള്ളൊരു ആത്മബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നേതാക്കളുമായി ബന്ധപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ ആണെങ്കിൽ പോലും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്ന ബന്ധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രസക്തി എന്താണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്നത്തെ മതേതര സാഹചര്യമൊക്കെ ഉയർത്തിക്കൊണ്ട് സീതാറാം യെച്ചൂരി ഉയർത്തിയ നിലപാടുകളൊപ്പം രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും പല ഘട്ടങ്ങളിലും സർക്കാരിനെതിരായ പല വിവാദങ്ങളും ഉയർന്ന ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ഒരു കേന്ദ്ര നേതൃത്വ നിലപാട് കൃത്യമായി തന്നെ പറയാൻ സീതാറാം യെച്ചൂരിക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല എന്നതും നമ്മൾ എടുത്തു പറയണം. അത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും തൻ്റെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ തൻ്റെ മതേതരത്വം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ കൃത്യമായ തരത്തിൽ ഇടപെടുവാനും, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പങ്കുവയ്ക്കാനൊക്കെ സീതാറാം യെച്ചൂരി കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ സീതാറാം യെച്ചൂരിയുടെ അവസാനത്തെ ഇവിടുത്തെ ദില്ലിയിലെ യാത്രയ്ക്ക് എല്ലാവിധ ഔപചാരികമായ എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ഇപ്പോൾ അമർ രഹേ സീതാറാം യെച്ചൂരി, ലാൽ സലാം ഡിയർ കൊമ്രേഡ് സീതാറാം. അല്പസമയത്തിനകം എയിംസിൽ എത്തിച്ചേരും വിലാപയാത്ര. നമുക്ക് തിരിച്ചെത്താൻ